നമസ്കാരം. ഇത്തവണത്തെ ക്രിസ്മസ് കളറാക്കാം. ഇതിനായി ഇത്തവണ സംസ്ഥാന സർക്കാരിന്റെ ക്രിസ്മസ് സമ്മാനമായി പെൻഷൻ തുക നാളെ തന്നെ വിതരണം ചെയ്യും. 62 ലക്ഷത്തോളം പേർക്ക് 1600 രൂപ വീതം ലഭിക്കുന്ന തരത്തിൽ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാർ സജ്ജീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഒരു ഗഡു പെൻഷനാണ് തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യുക. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ അനുവദിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇതിനകം വന്നു കഴിഞ്ഞു. ക്രിസ്മസ് പ്രമാണിച്ച് 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ തുക പെൻഷൻകാർക്ക് കിട്ടിത്തുടങ്ങുമെന്ന് ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. 27 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും. മറ്റുള്ളവർക്ക് സാധാരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. കഴിഞ്ഞ മാർച്ച് മുതൽ പ്രതിമാസ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ സർക്കാർ വന്നതിന് ശേഷം 33,800 കോടിയോളം രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് കേരളത്തിലാണ്. ഇതിനാവശ്യമായ പണത്തിന്റെ 98% സംസ്ഥാനമാണ് കണ്ടെത്തുന്നത്. 2% മാത്രമാണ് കേന്ദ്രവിഹിതം. 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ 5.88 ലക്ഷം പേർക്കാണ് ശരാശരി 300 രൂപ വരെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത്. കേരളത്തിൽ പ്രതിമാസ പെൻഷൻകാർക്ക് ലഭിക്കുന്നത് 1600 രൂപയും ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനം കണ്ടെത്തുന്നു. കേന്ദ്ര സർക്കാർ വിഹിതത്തിൽ 2023 ജൂലൈ മുതലുള്ള 425 കോടിയോളം രൂപ ഈ നവംബർ വരെ കുടിശ്ശികയുണ്ട്. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്നവരെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. പെൻഷൻ കൃത്യമായി നൽകുന്നതിനും മാന്യമായ തുക പെൻഷനായി നൽകുന്നതിനുമുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് ജനങ്ങൾ വൻ സ്വീകാര്യത നൽകുന്നത് ജനങ്ങൾക്ക് സാക്ഷിയാണ്. അതിനിടെ സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ കോട്ടക്കൽ നഗരസഭ നടപടി കൈക്കൊള്ളുകയാണ്. അനർഹമായി പെൻഷൻ വാങ്ങിയ 27 പേരുടെ പെൻഷൻ റദ്ദാക്കാൻ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. 7ാം വാർഡിലുള്ള 27 പേരുടെ പെൻഷനാണ് റദ്ദാക്കുക. കൂടാതെ സർക്കാർ ഉത്തരവ് അനുസരിച്ച് കൈപ്പറ്റിയ തുക തിരിച്ചു പിടിക്കാനും അനർഹമായി പെൻഷൻ വാങ്ങിയവരിൽ നിന്ന് 18% പലിശ ഈടാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ വീഴ്ച പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കും. ഉന്നത സർക്കാർ ജോലിയുള്ളവരും BMW കാർ ഉൾപ്പെടെ ആഡംബര വാഹനങ്ങൾ ഉള്ളവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തിയിരുന്നു. ഗസറ്റഡ് ഉദ്യോഗസ്ഥരും കോളേജ് അധ്യാപകരും ഉൾപ്പെടെ 1458 പേർ അനധികൃതമായി പെൻഷൻ വാങ്ങുന്നതായാണ് സംസ്ഥാന സർക്കാർ കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് വിശദമായ പരിശോധന നടത്തി പണം പലിശയടക്കം തിരിച്ചുപിടിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്.